കൊച്ചി കണ്ണമലയിൽ കടൽക്കയറ്റം രൂക്ഷമായതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധക്കാർ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിക്കുന്നു. രൂക്ഷമായ കടൽക്കയറ്റ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മയെ, കണ്ണമലയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? ലക്ഷ്മി, കണ്ണമാലിയിൽ പ്രതിഷേധം കടുക്കുകയാണ്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി ആലപ്പുഴ സംസ്ഥാന പാതയിലാണ്. ഇവിടെ റോഡ് ഉപരോധം പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ റോഡ് ഉപരോധിക്കുകയാണ് തീരദേശവാസികൾ. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് നാളുകളായിട്ട് ഈ തീരദേശവാസികൾ അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ട്. അതായത് ഈ കടൽ കയറ്റം, ആ കടൽ കയറ്റത്തിന് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടെത്തുവാനായിട്ട് ഈ അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടില്ല. നേരത്തെ 2021 അതായത് ഈ ചെല്ലാനം കൊച്ചി തീരത്ത് ഈ ടെട്രാപോഡ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭരണാനുമതി കൊടുക്കുകയും ഏകദേശം 7.36 കിലോമീറ്റർ പ്രദേശത്ത് ഈ ടെട്രാപോഡ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 കിലോമീറ്റർ പരിധിയിൽ ടെട്രാപോഡ് കരിങ്കൽ ഭിത്തി നിർമ്മിക്കുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. പക്ഷേ 7.36 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആ ടെട്രാപോഡ് നിർമ്മാണം അത് അവസാനിച്ച ഒരു സാഹചര്യത്തിലാണ്. രണ്ടാം ഘട്ട പണി ഏകദേശം നവംബർ 1 തുടങ്ങുമെന്നുള്ള ഒരു വാഗ്ദാനം മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള നടപടികൾ പിന്നീട് മുൻപോട്ട് പോയില്ല. അവർ പറയുന്നത് ഈ ഫണ്ടിന്റെ ഒരു അപര്യാപ്തതാണ്. പക്ഷേ ഈ നാളുകളായിട്ട് ഈ തീരദേശവാസികൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഒരു അറുതി വേണമെന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം? ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണം, അല്ലാണ്ട് വേറെ ഒന്നും. ഞങ്ങളൊക്കെ തീരം ഞങ്ങളുടെ പേരൊക്കെ അരിയിലാണ്. എല്ലാ കൊല്ലവും എന്തെങ്കിലും ഇത്തിരി വെള്ളം ഉണ്ടായാൽ മതി, അപ്പം വെള്ളം കയറും പെരക്കകത്തൊക്കെ. അതുപോലെ നിൽക്കണ ഞങ്ങളുടെ പേരുടെ അരിയിലാണ്, ഈ കടലിൻ്റെ അരിയിലാണ് ഞങ്ങളുടെ പേരൊക്കെ. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വേണം, ബുദ്ധിമുട്ട് വേണം, അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. ടൈഫോയിഡും ബുദ്ധിമുട്ടൊക്കെ വേണം. വീട്ടിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥ? ആ, ഒരു ഇത്തിരി വെള്ളം അവിടെ കടലിൽ പൊങ്ങിയാൽ അപ്പോൾ വെള്ളം കയറും വീടിനകത്തൊക്കെ. അതുപോലെ അവസ്ഥ ഞങ്ങളൊക്കെ. പരാതി കൊടുത്തിട്ട് എന്താണ്? പരാതി കൊടുത്തിട്ട് എന്തോ ഒരു ഗുണമില്ല. 10 ലക്ഷം രൂപ ഇവിടുന്ന് പോകാനാ പറയണം, അല്ലാണ്ട് വേറെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഈ 10 ലക്ഷം രൂപക്ക് എന്ത് കിട്ടും? 30 ലക്ഷം രൂപ ഇതാണ് സ്ഥലം പേരൊക്കെ വെച്ചപ്പോൾ. പിന്നെ അത് ഇപ്പോൾ ഉടനെ തന്നെ എല്ലാം പൊളിഞ്ഞു പോകാതൊക്കെ നിൽക്കും. എപ്പോഴും വെള്ളം കയറും. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇത് തീർന്ന വിപുലോട്ട് വേണം, അതുകൊണ്ട് വേറെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വേറെ ഈ സമരത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ രീതി. ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വേണം, കടൽ ഭിത്തി വേണം, അല്ലാണ്ട് ഒരു നിർത്തിയില്ല. അല്ലാണ്ട് ഞങ്ങളൊക്കെ ഒരിടത്തും പോയിട്ടും കാര്യമില്ല. ഞങ്ങൾ ഈ പണിക്കാരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. ഈ മത്സ്യത്തൊഴിലാളിക്ക് വേറെ വല്ലയിടത്തും പോയിട്ട് വല്ല ഗുണമുണ്ടോ? അത് കാരണം ഞങ്ങൾക്ക് ഇതേ അറിയാൻ പാടുള്ളൂ. അത് കാരണം ഞങ്ങൾ ഒരിടത്തും പോകില്ല. മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം, അല്ലാണ്ട് വേറെ ഒരൊന്നുമില്ല. ലക്ഷ്മി, അത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നാളുകളായിട്ട് ഈ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും എത്രയധികം തീരദേശവാസികളാണ് ഈ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളത്. കാരണം ഈ ഫോർട്ട് കൊച്ചി ആലപ്പുഴ സംസ്ഥാന പാത ഏകദേശം മണിക്കൂറുകളായിട്ട് 4 മണിക്കൂറായിട്ട് ഉപരോധിക്കുകയാണ്. ഗതാഗതം ഒക്കെ തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവർ പിന്മാറില്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ആവശ്യം നാളുകളായിട്ട് അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു അറുതി വരുത്തുവാനായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഴ പെയ്തിട്ട് പോലും എല്ലാവരും ഈ റോഡിൽ കുത്തിയിരുന്നും കിടന്നും പ്രതിഷേധിക്കുന്നത്. പ്രായമായവരുണ്ട്, അതോടൊപ്പം തന്നെ സ്ത്രീകളുണ്ട്. അവരൊക്കെ തന്നെ മഴ നനഞ്ഞുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കാളികളാകുന്നത്. കാരണം അവിടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിന് അറുതി വരുത്തണം എന്നുള്ള അതിന്റെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് അവർ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കടലിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. കടൽ കയറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ കടൽ കയറിയാൽ ഒരു ദിവസം പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ സർക്കാർ വന്നിട്ടും നാളെ ചെയ്യാൻ പറ്റുന്ന 247 കോടി പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് ആരാണ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. രാജീവ് വന്ന് മറ്റേ ഫിഷറീസ് മന്ത്രി റോസി അഗസ്റ്റിൻ വന്നൊക്കെ എല്ലാം പ്രഖ്യാപിച്ചിട്ടും പോയി. ഇപ്പൊ റോഡ് വികസനം വരുന്നുണ്ട് ഇവിടെ. എന്തിനാണ്? ഞങ്ങളൊക്കെ വെള്ളത്തിലാകാൻ ഈ കടലിൽ നിന്ന് വരുന്ന വെള്ളം റോഡ് എടുക്കും. 1 മീറ്റർ പൊക്കിക്കൊണ്ട് ഞങ്ങൾ ഈ അവിടെ പോകും. കടലിൽ കയറുന്നത് കൂടാതെ ഇപ്പൊ റോഡ് വന്ന് കടലിൽ കയറിയാൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ മഴ തന്നെ. ഇവിടെ ഈ സമരം തീരണമെങ്കിൽ ഞങ്ങൾ ചെല്ലാനത്തമാരെ പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ സമരം തീരുള്ളൂ. ഈ സമരം ഞങ്ങൾ മാറ്റിയല്ല. ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോടില്ല. ഇന്ന് രാത്രി മുഴുവനും ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കാൻ പോയി. ഞങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ കിടക്കാൻ? ഞങ്ങൾ റോട്ടിൽ കിടക്കാൻ പോണേ ഇന്ന് മുഴുവനായിട്ടും. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേറെ മന്ത്രിമാര് റോഷൻ ഹൗസിനൊക്കെ വന്നിട്ട് പ്രഖ്യാപിച്ചിട്ടും പോയി 247 കോടി. ആർക്ക് വേണ്ടിയിട്ട് എവിടെയാണെന്നറിയില്ല. ഇത് വേറെ വല്ല അവർക്ക് പോക്കറ്റിലായിട്ട് പോയതാണെന്നറിയില്ല. പാസ്സായെന്ന് പറയണ്ട, അല്ലാണ്ട് ഇവിടെ ആർക്കും ഒന്നും വന്നിട്ടുമില്ല, അവരിവിടെ നടന്നിട്ടുമില്ല.
സമരം ഏത് വിധത്തിലായിരിക്കും മുന്നോട്ട് സമരം ഇനി മുന്നോട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോട്ടെന്ന് പോകണല്ലോ. പിന്നെ എന്ത് സമരമാണ് ഇനി വിലക്കട സമരം വേറെ എന്താ വേണ്ടത്? ഞങ്ങൾ ഇന്ന് പോകില്ല. ഇന്ന് രാത്രി ആണെങ്കിലും ഞങ്ങൾ ഇവിടെ കിടക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഞ്ഞിയും കറി വെക്കാൻ പോണേ. ഇനി കഞ്ഞിയും കറി കിടന്ന് ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ പോണേ. വീട്ടിൽ കിടക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ പോണത്? ഇവിടെ തന്നെ കിടന്നുറങ്ങും ഞങ്ങൾ. അതേ ലക്ഷ്മി, അത് അവരുടെ ആ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് സമരക്കാർ അറിയിച്ചിരിക്കുന്നത്. കാരണം മന്ത്രിമാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ നാളെ ഇതുവരെയായിട്ടും അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർഗം ഈ സമരക്കാർ സ്വീകരിച്ചത്. എന്തായാലും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന പ്രതിഷേധക്കാരാണ് ഈ ഫോർട്ട് കൊച്ചി ആലപ്പുഴ പാത ഉപരോധിക്കുന്നത്. എന്തായാലും ഈ സമരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സമരക്കാരുടെ രീതി. അതുകൊണ്ട് തന്നെയാണ് കപ്പയടക്കം വേവിച്ചുകൊണ്ട് റോഡിൽ തന്നെയാണ് അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. കൊച്ചു കുട്ടികൾ അടക്കമുള്ളവരുണ്ട്. എന്തായാലും സമരക്കാരുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ പ്രതിഷേധവുമായിട്ട് ഇവർ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.